കെ.ആർ. മീരയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ആരാച്ചാർ എന്ന കൃതിക്കാണ് പുരസ്കാരം. കൂടുതൽ വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, വിശദാംശങ്ങൾ. സൗമ്യ, വയലാർ അവാർഡ് ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയ കെ.ആർ. മീരയുടെ ആരാച്ചാർ എന്ന നോവലിന് തന്നെയാണ് ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏക വനിതാ ആരാച്ചാരുടെ മാനസിക സംഘർഷങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നോവൽ കെ.ആർ. മീര എഴുതിയത്. 6 മാസത്തോളം കൽക്കത്തയിൽ താമസിച്ചുകൊണ്ടാണ് കെ.ആർ. മീര ആരാച്ചാർ എന്ന നോവൽ രചിച്ചത്. പ്രത്യേകിച്ചും കേന്ദ്ര സാഹിത്യ അക്കാദമി പരിഗണിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ പ്രമേയത്തിൽ വ്യത്യസ്തമായ ഒരു സ്ത്രീപക്ഷ രചന എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി കെ.ആർ. മീരയുടെ ആരാച്ചാരിനെ മികച്ച കൃതിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. നേരത്തെ തന്നെ നിരവധി പുരസ്കാരങ്ങൾ കെ.ആർ. മീരയുടെ ആരാച്ചാരിന് ലഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ തന്നെ യുവ സാഹിത്യ പുരസ്കാരവും കെ.ആർ. മീരക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷവും വയലാർ ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾ കെ.ആർ. മീരക്ക് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ തമിഴ് വിഭാഗത്തിലുള്ള രചനകൾക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഒരു മലയാളിക്കാണ്. തിരുവനന്തപുരം സ്വദേശിയായ ആ മാധവൻ രചിച്ച ഇലക്കിയ ചുവടുകൾ എന്ന ലേഖന സമാഹാരത്തിനാണ് തമിഴ് വിഭാഗത്തിൽ നിന്നുള്ള മികച്ച കൃതിക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. സൗമ്യ, ഒരുപക്ഷെ സന്തോഷ, വയലാർ അവാർഡിനൊപ്പം തന്നെ ആ വിധത്തിലെല്ലാം പരിഗണിക്കുന്നതിനപ്പുറത്ത് നിന്നുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകം കൂടിയാണ് ആരാച്ചാർ. ആ വിധത്തിൽ ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൂടി ലഭിച്ച് അങ്ങനെ ഒരു തലത്തിലേക്ക് കൂടി ഉയർന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എഴുത്തിൻ്റെ മേഖലയിൽ നിന്നും ഈ കൃതിക്കുള്ള ഒരു അംഗീകാരം, പൊതുവിൽ ഉള്ള ഒരു അഭിപ്രായം, അതൊക്കെ എങ്ങനെയാണ്? സൗമ്യ, തീർച്ചയായും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും അതോടൊപ്പം തന്നെ പ്രശംസ ഏറ്റുവാങ്ങുകയും ചെയ്ത നോവലാണ് കെ.ആർ. മീരയുടെ ആരാച്ചാർ എന്ന് പറയുന്ന നോവൽ. ഈ ആരാച്ചാർ എന്ന് പറയുന്ന നോവലിന്റെ പശ്ചാത്തലം രാജ്യത്തെ ഏക വനിതാ ആരാച്ചാരുടെ മാനസിക സംഘർഷങ്ങൾ, അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിലെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലൂടെ, പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലൂടെ നോക്കിക്കാണുന്ന ഒരു രചന തന്നെയാണിത്. തീർത്തും വ്യത്യസ്തമായ ഒരു സ്ത്രീപക്ഷ രചന എന്നുള്ള രീതിയിലാണ് കെ.ആർ. മീരയുടെ ആരാച്ചാർ പൊതുവെ വിലയിരുത്തി പോകുന്നത്. 6 മാസത്തോളം കൽക്കത്ത നഗരത്തിൽ താമസിച്ചുകൊണ്ട് അവിടെയുള്ള ഓരോ ചലനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് കെ.ആർ. മീര ഈ രചന നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇത്രയും മികച്ച ഒരു സാഹിത്യ സൃഷ്ടി പിറക്കാനുള്ള കാരണം. അതോടൊപ്പം തന്നെ കൽക്കത്ത നഗരത്തിന്റെ ചരിത്രം പറയുന്ന മലയാള നോവൽ, അല്ലെങ്കിൽ കൽക്കത്ത നഗരത്തിന്റെ ചരിത്രം വളരെ ആഴത്തിൽ പ്രതിപാദിപ്പിക്കുന്ന, സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു മലയാള നോവൽ ഇതിനു മുമ്പ് പുറത്തിറങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള അവാർഡുകൾ കെ.ആർ. മീരയുടെ ആരാച്ചാർ തേടിയെത്തിയിരുന്നു. പ്രത്യേകിച്ചും ഈ ചില വിമർശനങ്ങൾ, നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തോടും ഭരണകൂടത്തോടുമുള്ള വിമർശനങ്ങൾ എല്ലാം തന്നെയും ഈ ആരാച്ചാർ എന്ന നോവലിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന കാര്യം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ ഈ സാഹചര്യത്തിൽ ഈ ഒരു വ്യത്യസ്തമായ രചന എന്നുള്ള തരത്തിൽ തന്നെയാണ് സാഹിത്യ അക്കാദമി കെ.ആർ. മീരയുടെ ആരാച്ചാറിനെ മികച്ച നോവൽ എന്നുള്ള തരത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സൗമ്യ, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.